ജോർജിന്റെ വരവോടെ ബി.ജെ.പി. കീടനാശിനി വിഷം ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറിയിൽ നിന്നും സൈനാഡ് ഉൽപാദന ഫാക്ടറിയായി മാറിയെന്ന് സന്ദീപ് വാര്യർ. CPM നേതാക്കൾ പോലും ഇതുവരെ പി.സി. ജോർജിനെ തള്ളി പറഞ്ഞിട്ടില്ല. കേരളത്തിൽ നിലനിൽക്കുന്നത് CJP സഖ്യമാണെന്നും സന്ദീപ് വാര്യർ പരിഹസിച്ചു. അതേസമയം പി.സി. ജോർജ് നിരുപാധികം ക്ഷമ ചോദിച്ചതിനു ശേഷവും രാഷ്ട്രീയ വേട്ടയാടൽ തുടർന്നാൽ നേരിടുമെന്ന് കെ. സുരേന്ദ്രൻ പറഞ്ഞു. വർഗീയവാദികളെ LDF-ഉം UDF-ഉം പിന്തുണയ്ക്കുന്നതെന്നും കെ. സുരേന്ദ്രൻ. പി.സി. ജോർജ് അകത്തേക്ക് വന്ന സമയത്ത് നിലവിൽ വിഷം ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറിയാണ്. അവിടെ ഉൽപ്പാദിപ്പിച്ചിരുന്നത് എന്താ പറയുക, നമ്മുടെ കീടനാശിനി ടൈപ്പ് വിഷമായിരുന്നെങ്കിൽ പി.സി. ജോർജ് കൂടി വന്നതോടുകൂടി സൈനഡ് കൂടി ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. പി.സി. ജോർജിനെതിരെ നടപടി വരുന്നില്ല എന്ന് മാത്രമല്ല, ഏതെങ്കിലും CPM നേതാക്കന്മാർ ഇത് തള്ളിപ്പറഞ്ഞതായിട്ടും കാണുന്നില്ല. അദ്ദേഹത്തിനൊരു നാക്കുപിഴയോ അല്ലെങ്കിൽ ഒരു പിഴവോ സംഭവിച്ചു. അദ്ദേഹം ഉടനെ തന്നെ നിരുപാധികം അക്കാര്യത്തിൽ ക്ഷമ ചോദിച്ചു കേരള സമൂഹത്തോട്. പിന്നെയും അദ്ദേഹത്തെ പിടിക്കുക എന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല. അങ്ങനെ രാഷ്ട്രീയമായ വേട്ടയാടൽ തുടർന്നാൽ ശക്തമായിട്ടുള്ള തിരിച്ചടികളുണ്ടാകും.